നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സെൽ അടച്ചുപൂട്ടിയോ? നേതാക്കളും പ്രവർത്തകരും ഒരേപോലെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ കോൺഗ്രസിന് ഒരു ഡിജിറ്റൽ മീഡിയ സെല്ലും അതിൻ്റെ ഓഫീസുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അതിൻ്റെ ഗുണമൊന്നും പാർട്ടിയിൽ കാണുന്നുമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ CPMന്റെയും BJPയുടെയും ഡിജിറ്റൽ മീഡിയ സെല്ലുകൾ ആവേശത്തോടെ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സംവിധാനം ഇപ്പോഴും നിശബ്ദതയിലാണ്. ആ ഓഫീസ് പോലും തുറക്കുന്നുണ്ടോ എന്ന് പലർക്കും സംശയവുമാണ്. കോൺഗ്രസിന്റെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും യൂട്യൂബ് ചാനലുമെല്ലാം പൂച്ച പെറ്റുകിടക്കുന്ന അവസ്ഥയാണെന്നാണ് പല കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. എന്നാൽ CPMും BJPയും ഇക്കാര്യത്തിൽ ബഹുദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞു. CPMന്റെ സാമൂഹ്യ മാധ്യമ വിഭാഗം ഡിജിറ്റൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് സാക്ഷാൽ MV നികേഷ് കുമാറാണ്. BJPയുടെ സംസ്ഥാനത്തെ ഡിജിറ്റൽ മീഡിയ സംവിധാനവും വളരെ മികച്ച ടെക്നോക്രാറ്റുകളാണ് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ സാമൂഹ്യ മാധ്യമ സംവിധാനം ഡിജിറ്റൽ മീഡിയ സെല്ലുകൾ ആരാണ് കൈകാര്യം ചെയ്യുന്നത് പോലും ഇപ്പോഴും ആർക്കും അറിയില്ല. പാലക്കാട് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച P സരിനായിരുന്നു നേരത്തെ കോൺഗ്രസിന്റെ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഡിജിറ്റൽ മീഡിയയുടെ ചുമതല. എന്നാൽ സരിൻ പാർട്ടി വിട്ടു CPM സ്ഥാനാർത്ഥിയായി പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മത്സരിച്ചു. അതിനു മുമ്പ് ശ്രീ അനിൽ ആന്റണി, AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിക്കായിരുന്നു KPCC ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ചുമതല. അനിൽ ആന്റണിയാകട്ടെ ഒറ്റ രാത്രി ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് BJPയിലെത്തുകയും BJPയുടെ അഖിലേന്ത്യാ ഭാരവാഹിയാകുകയും പത്തനംതിട്ട നിന്ന് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുക വരെ ചെയ്തു. സത്യത്തിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ സാമൂഹ്യ മാധ്യമ വിഭാഗം ഡിജിറ്റൽ മീഡിയ സെൽ അനാഥമായി കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസിന് ഏറ്റവും അധികം ഉപയോഗപ്പെടുന്ന ഒരു സംവിധാനമാണ് ഡിജിറ്റൽ മീഡിയ. പക്ഷെ ആരാണിത് നയിക്കുന്നത്, എന്താണ് അതിനുള്ളിൽ നടക്കുന്നത്, എന്താണ് സംഭവം, ഇതൊന്നും ഒരു പാർട്ടി നേതാവിനും അറിയില്ല. ഏത് പാർട്ടി നേതാവിനോടും നമ്മൾ ചോദിച്ചു നോക്കിയാലും ഇത് കൈകാര്യം ചെയ്യുന്നത് ആരാണെന്ന് പോലും വലിയ പിടുത്തമില്ലാത്ത രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലൊക്കെ സാമൂഹ്യ മാധ്യമ സംവിധാനം വളരെ നന്നായി ഉപയോഗിക്കേണ്ട സമയമാണ്. എന്നാൽ ഇതിനൊന്നും നേതൃത്വം നൽകാൻ കോൺഗ്രസിനുള്ളിൽ ആരുമില്ല എന്നതാണ് ദുഃഖകരമായ സത്യം. CPMന്റെയും BJPയുടെയും ഡിജിറ്റൽ മീഡിയ സംവിധാനങ്ങൾക്ക് മുന്നിൽ, അവരുടെ സാമൂഹ്യ മാധ്യമ പടകൾക്ക് മുന്നിൽ, സൈബർ സേനകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കോൺഗ്രസ് സൈബർ സേനകൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സൈബർ സംവിധാനം നെട്ടോട്ടം വട്ടോട്ടം ഓടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇതൊന്നും നന്നാക്കിയെടുക്കാനും അത്രയ്ക്ക് നേതാക്കൾക്ക് ആർക്കും വലിയ താല്പര്യമില്ലെന്നാണ് പറയപ്പെടുന്നത്. കാരണം KPCC പുനഃസംഘടന, DCC പുനഃസംഘടന, സ്ഥാനാർത്ഥി നിർണയം, ഇതിലൊക്കെയാണ് കോൺഗ്രസ് നേതാക്കന്മാർ ശ്രദ്ധിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളുടെ സംവിധാനങ്ങളെ കുറിച്ചൊന്നും വലിയ ധാരണയൊന്നും ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കൾക്കില്ല. അവ സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനം എത്രയുണ്ടെന്നൊക്കെ CPMനും BJPക്കും നന്നായി അറിയാമെങ്കിലും കോൺഗ്രസിലെ ആർക്കും അതിനെക്കുറിച്ചൊന്നും അത്ര പിടിയൊന്നുമില്ല. കോൺഗ്രസിലെ കുറച്ച് ചെറുപ്പക്കാർ മാത്രം ഈ സൈബർ സേനകളായി സ്വയം രൂപാന്തരപ്പെട്ടുകൊണ്ട് സൈബർ ഇടങ്ങളിൽ നിരന്തരം പാർട്ടിക്ക് വേണ്ടി പോരടിക്കുന്നു എന്നതല്ലാതെ വേറൊന്നും ഈ സൈബർ സംവിധാനത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നില്ല. അതേസമയം മുസ്ലിം ലീഗ് പോലും വളരെ കൃത്യമായിട്ടാണ് അവരുടെ ഡിജിറ്റൽ മീഡിയ സംവിധാനം, സാമൂഹ്യ മാധ്യമ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏതായാലും കോൺഗ്രസിൻ്റെ യൂട്യൂബിലും KPCCയുടെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലുമെല്ലാം പൂച്ചപ്പെറ്റ് കിടക്കുന്നു എന്ന് ആക്ഷേപിക്കുന്ന നേതാക്കൾ പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. ഏതായാലും CPMും BJPയും എല്ലാം ബഹുദൂരം വള്ളപ്പാടുകൾക്ക് മുന്നിലാണ് സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്ന കാര്യത്തിൽ. പക്ഷെ കേരളത്തിലെ കോൺഗ്രസ് സംവിധാനം ഇപ്പോഴും ഇക്കാര്യത്തിൽ അജ്ഞരാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സംവിധാനം ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയിലാണ്. കോൺഗ്രസിന്റെ സാമൂഹ്യ മാധ്യമ വിഭാഗത്തിലേക്ക് ആരും തിരിഞ്ഞു നോക്കുന്നത് പോലുമില്ല. യാതൊരു ഇമ്പാക്റ്റും, യാതൊരു പ്രതിഫലനവും, യാതൊരു എഫക്റ്റും അവർക്ക് കേരളീയ രാഷ്ട്രീയ സമൂഹത്തിൽ ഉണ്ടാക്കാനും സാധിക്കുന്നില്ല എന്നതാണ് ദുഃഖകരമായ വസ്തുത. ഇങ്ങനെയാണെങ്കിൽ ഈ ഡിജിറ്റൽ മീഡിയ സംവിധാനം പിരിച്ചുവിടുന്നതല്ലേ നല്ലത് എന്ന് പോലും ചില നേതാക്കന്മാർ ഇപ്പോൾ ആലോചന തുടങ്ങിയിട്ടുണ്ട്.